5 മാസം മാത്രം പ്രായമുള്ള പെൺകുഞ്ഞിനെ ചുമരിലേക്ക് എറിഞ്ഞു. അച്ഛന്റെ ക്രൂരത മദ്യലഹരി. ഉത്തർപ്രദേശിലെ ഇറ്റാവ ജില്ലയിൽ നടന്ന സംഭവമാണ്. കുടുംബകലഹം. അതിനിടെയായിരുന്നു ആ അച്ഛന്റെ കൊടും ക്രൂരത. അമ്മയ്ക്കൊപ്പമായിരുന്ന 5 മാസം മാത്രം പ്രായമുള്ള പെൺകുഞ്ഞിനെ അച്ഛൻ ബലമായി പിടിച്ചെടുത്ത ശേഷമാണ് നേരെ ഭിത്തിയിലേക്ക് എറിയുന്നത്, വലിച്ചെറിയുന്നത്. ബിഹാരിപുര ഗ്രാമത്തിൽ ചൊവ്വാഴ്ച രാത്രിയിലാണ് ഈ സംഭവം നടക്കുന്നത്. നാരായൺ എന്നാണ് ആ പ്രതിയുടെ, ആ പെൺകുഞ്ഞിന്റെ അച്ഛന്റെ പേര്. മദ്യപിച്ച് വീട്ടിലെത്തി ആ പ്രതി നാരായൺ ഭാര്യ മോഹിനിയുമായി വഴക്കിട്ടു. അങ്ങനെ അവളെ ഉപദ്രവിക്കാൻ തുടങ്ങി, ആക്രമിക്കാൻ തുടങ്ങി, വലിയ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ ഈ 2 കുട്ടികളുണ്ട് അവർക്ക്, ഈ 5 മാസം പ്രായമുള്ള കുട്ടി ഉൾപ്പെടെ. അവർ ഉറങ്ങുകയായിരുന്നു. കുട്ടികൾ ഉറങ്ങുകയാണ്. ശബ്ദമുണ്ടാക്കി അവരെ ഉണർത്തരുത് എന്ന് മോഹിനി, അതായത് അവരുടെ അമ്മ പറഞ്ഞതാണത്രേ അപ്രതിയെ, നാരായൺ എന്ന അമദ്യപാനിയെ, അവളുടെ അച്ഛനെ പ്രകോപിപ്പിച്ചത്. क्या मामला हो गया? तलाक की धमकी देर रात पिसई फेंक दी, बिटिया फेंक दी? कहाँ फेंकी? दीवार में, हाथ में तो चढ़ा के फेंक दी थी। क्या बच्चे हैं? हम तो 3 बच्चे हैं, 2 बेटियां आती, 1 लड़का। तो अच्छा, बड़ा बच्चा कौन है? बस सबसे बड़ी बिटिया आएगी। अच्छा अच्छा अच्छा, पहले शादी कहाँ हुई थी? भाई घर में आती थी। अच्छा, पहले पति को छोड़ दिया था? नहीं, खत्म हो गए थे। अच्छा अच्छा, तो पहले का नाम क्या था? सतीश बाबू। सतीश बाबू, ये छोटा भाई है जिसको हो गई तो? अच्छा अच्छा, कल किस बात पे विवाद हुआ था? कचूने ऐसे पी के आए थे, सही घर पर। अच्छा, क्या बजे की घटना है? ये लगभग 10 बजे की बात, सुबह 10 की, संजा की। शाम की, रात की 10 बजे। अच्छा अच्छा, फिर क्या हुआ? फिर आप यहाँ ले आई? हमें कोई दिखाई नहीं, तब हम यहाँ पे लेके आए, फोन कर, तब हम सवेरे ले आए। यहाँ मायका है आपका? हाँ। कौन सा गाँव है? नेबरपुर। രാത്രി 10 മണിയോടുകൂടിയാണ് ഈ ക്രൂരത സംഭവിക്കുന്നത്. ആ പെൺകുഞ്ഞിന്റെ സഹോദരൻ, മൂത്ത സഹോദരൻ, അതായത് അവന് 3 വയസ്സ് മാത്രമാണ് പ്രായം, ശിവാൻഷ് എന്നാണ് അവന്റെ പേര്. അവനെയാണ് അയാൾ ആദ്യം ആക്രമിച്ചത്. കട്ടിൽ നിന്ന് ആ കുട്ടിയും 3 വയസ്സുള്ള ശിവാൻഷിനെയും അയാൾ വലിച്ചെറിഞ്ഞു. ശിവാൻഷിനും ആക്രമണത്തിൽ കാര്യമായി പരിക്കേറ്റു. അതിനുശേഷമാണ് 5 മാസം മാത്രം പ്രായമുള്ള മകൾ ദിവ്യാൻഷിക്കെതിരെ അയാൾ തിരിയുന്നത്. കുഞ്ഞിനെ കട്ടിൽ നിന്ന് വലിച്ചെടുത്ത് കൊണ്ടുപോയ ശേഷമാണ് ഭിത്തിയിലേക്ക് അയാൾ എറിയുന്നത്. ആ ചുമരിലിടിച്ച് കുഞ്ഞിന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. തലയിൽ നിന്നും ഒപ്പം ചെവിയിൽ നിന്നും രക്തം വാർന്നൊഴുകുന്നുണ്ടായിരുന്നു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ആ കുഞ്ഞിന്റെ മരണം സംഭവിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. नगला बिहारी गांव का एक व्यक्ति है नारायण राजपूत, जो कल नशे की हालत में अपने घर में पहुंचा था, जिस पर पत्नी ने इसको टोका था। इस विवाद में उसने अपने 2 बच्चों को उसकी गोद से छीना झपटी करने लगा, जिसमें दोनों बच्चों को चोट आई। इसमें दिव्यांशी जो जमीन पर गिर गई थी, उसे ज़्यादा चोट लगी, जिसे सैफी एडमिट कराया गया था। वो 5 मार्च की थी, वहाँ मृत घोषित कर दी गई है। इस संबंध में सुसंगत धाराओं में पिता के खिलाफ अभियोग पंजीकृत किया जा रहा है। बहुत शीघ्र ഈ അതിക്രമം സംഭവിച്ചപ്പോൾ മോഹിനി എന്ന അയാളുടെ ഭാര്യ, അല്ലെങ്കിൽ ആ കുട്ടികളുടെ അമ്മ, വല്ലാതെ ബഹളം വെച്ചു. ആ ബഹളം കേട്ടാണ് ഗ്രാമവാസികൾ ഓടിയെത്തുന്നത്. അവർ വീടിന് പുറത്ത് അവർ തടിച്ചുകൂടി. അപ്പോൾ ഈ പ്രതി, അയാൾ ആ സംഭവ സ്ഥലത്ത് നിന്നും ഓടി രക്ഷപ്പെട്ടു, കടന്നു കളഞ്ഞു. അങ്ങനെ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തിയാണ് കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചത്. 2022 ആദ്യ ഭർത്താവ് സതീഷ് ഒരു ട്രെയിൻ അപകടത്തിൽ മരിച്ചതിനെ തുടർന്നാണ് 2023 ഈ നാരായണനെ മോഹിനി വിവാഹം കഴിച്ചത്. ആദ്യ ഭർത്താവായിട്ടുള്ള സതീഷിന്റെ സഹോദരനാണ്, ഇളയ സഹോദരനാണ് ഈ നാരായൺ. മറ്റൊരു സ്ത്രീയുമായി ഇയാൾക്ക് ബന്ധമുണ്ട് എന്നാണ് മോഹിനി പറയുന്നത്. അതേ തുടർന്ന് പതിവായി ഇവരെ അയാൾ ഉപദ്രവിച്ചിരുന്നുവെന്ന് മോഹിനി പോലീസിനോട് പറഞ്ഞു.
പ്രതിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്നും കൂടുതൽ അന്വേഷണം അത് നടത്തുന്നുണ്ടെന്നും പോലീസ് പറയുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.